ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജി 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്റർ എടുത്തു. ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം എടുത്തു. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് വരിക. രണ്ടാമത്തെ ഭാഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓർഗാനിസംസ് അഡാപ്റ്റഡ് ടു സർവൈവ് ദ ചേഞ്ചസ് ഇൻ ദയർ എൻവയോൺമെൻറ്റ്. ബിഹൈൻഡ് ദിസ് ഫോർമേഷൻ of today's biodiversity from the primitive cell, a number of such processes may have been involved. The inquiries related to such processes had laid the foundation for the science of evolution. Many scientists were able to explain this theoretically. അതായത് എവല്യൂഷൻ എന്നുള്ള ആണല്ലോ നമ്മൾ പാത്സ് ടു എവല്യൂഷൻ എന്നാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എവല്യൂഷൻ എന്നുള്ള ഒരു കണ്ടൻറ്റിലേക്ക് കടക്കുകയാണ്. എവല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഇപ്പോൾ നമ്മളൊരു പഠിത്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോരെ, അതിനൊരു എവല്യൂഷനാണ്. നമ്മൾ നന്നായി പഠിച്ചിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായുള്ള ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി, നമ്മൾ വർക്കുകളൊക്കെ കൃത്യമായി ചെയ്ത്, നമ്മൾ കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തി നമ്മൾ നല്ല പഠിക്കുന്ന ഒരാളായി മാറുന്നത് ഒരു എവല്യൂഷനാണ്. ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയാം. അതായത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു മാറ്റമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ലാമാർക്കിസമാണ്. ലാമാർക്കിസത്തിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേര് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് വാസ് ദി ഫ്രഞ്ച് ബയോളജിസ്റ്റ് ഹു ഇനീഷ്യേറ്റഡ് ഡിസ്കഷൻ റിലേറ്റഡ് ടു ബയോളജിക്കൽ എവല്യൂഷൻ. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ലാമാർക്കിൻ്റെ പേര്. ലാമാർക്ക് ആൻഡ് ഹിസ് ലാമാർക്കിസം, which is also known as theory of inheritance of acquired characters. His ideas are known as Lamarckism. Based on the indicators, discuss and prepare notes on the illustration which substantiate the ideas put forwarded by him. നമുക്ക് ആദ്യം ഇതിൽ എഴുതിയ ഡിസ്കഷനൊന്നും വായിക്കണ്ട, നമുക്ക് നമ്മളുടെ രീതിയിലൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ ഒരു ജിറാഫ് ഉണ്ട്. കണ്ടാൽ ജിറാഫല്ല, ഒരു ആടിനെ പോലെയും ഒരു മാനിനെ പോലെയൊക്കെ തോന്നിക്കുന്നൊരു ജിറാഫ് താഴെയുള്ള പുല്ല് തിന്നാണ്. അവിടുത്തെ പുല്ല് വലുതായി വന്നു ഒരു ചെറിയ മരമായി മാറി, കുറച്ചും കൂടി വലിയ മരമായി. ജിറാഫിന് അവിടെ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. ജിറാഫ് ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ എന്തായി, ജിറാഫിന് കഴുത്ത് ഇങ്ങനെ നീട്ടേണ്ടി വന്നു. ആദ്യം താഴ്ന്നു നിന്ന ജിറാഫ് തല നീട്ടേണ്ടി വന്നു. അങ്ങനെയാണ് ജിറാഫിൻ്റെ തല നീണ്ടുപോയത് എന്നാണ് ലാമാർക്കിസം പറയുന്നത്. ജിറാഫ് വിത്ത് ഷോർട്ട് നെക്സ് ദാറ്റ് ഫീഡ് ഓൺ ദി ഗ്രൗണ്ട്. Next one, the giraffe's neck elongates as it stretches its neck to reach the leaves from higher branches due to the food scarcity. Acquired characters was, കാരണം ഇപ്പോൾ ഈ ജിറാഫ് ഈ പുല്ല് ഇവിടം മുതൽ ഇവിടം വരെ എത്തുന്ന വരെ ഒരേ ജിറാഫ് തന്നെ അല്ല. ഇതൊക്കെ ഡിഫറെൻറ്റ് ജിറാഫുകളാണ്. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഇയാളുടെ മകനായിരിക്കാം ഇത്, ഇയാളുടെ അപ്പോൾ 4ാമത്തെ ജനറേഷനാണ് ഇത്. ഈ ചിത്രം ഇങ്ങനെ കൊടുത്ത് വെച്ച് നോക്കണ്ട കേട്ടോ. നമ്മൾ ഒരേ ജിറാഫിൻ്റെ കാര്യമല്ല പറയുന്നത്. ഈ ജിറാഫുകളുടെ ഓരോ തലമുറകളായിട്ട് അക്വയേർഡ് ക്യാരക്ടർ, നമുക്ക് ലഭിച്ച സ്വഭാവത്തിനെയാണ് അക്വയേർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത്. were transmitted through generation leading to the emergence of giraffes with longer necks. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഇതിപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഗുഡ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പഠിക്കുന്നത് ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്, ഫോർമേഷൻ ഓഫ് അക്വയേർഡ് ക്യാരക്ടർ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടർ, സർവൈവൽ ഓഫ് ജിറാഫ്സ് വിത്ത് ലോങ്ങർ ഷോർട്ട്സ് ആൻഡ് ഷോർട്ടർ നെക്സ് ഇൻ എ ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ്. അതായത് ചെറിയ പുല്ലിൽ നിന്ന് ഒരു മരമായിട്ട് മാറിയ സമയത്ത് ഇവിടെ നിന്ന ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടുപോയി. ഇവിടെ നിന്ന ജിറാഫിനല്ല, ആ ജിറാഫിൻ്റെ എല്ലാ തലമുറയിലുള്ളവരുടെയും കഴുത്ത് നീണ്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലേറ്റർ സയൻറ്റിസ്റ്റ്സ് പ്രൂവ്ഡ് ദാറ്റ് അക്വയേർഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഇംപാർട്ട് ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം ആൻഡ് ദെർഫോർ ആർ നോട്ട് ഇൻഹെറിറ്റഡ്. അതായത് ലാമാർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ എന്താണ്, നമുക്ക് വന്നിട്ടുള്ള സ്വഭാവങ്ങൾ ഇപ്പോൾ നമുക്കത് പിന്നെ പഠിക്കാനുണ്ട്. ഞാൻ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേടിയെടുത്ത സ്വഭാവങ്ങൾ, അതായത് നമ്മളെ കഴിവ് കൊണ്ടും നമ്മുടെ ശ്രമം കൊണ്ടും നേടിയെടുത്ത സ്വഭാവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജനറ്റിക് സ്ട്രക്ചറിന് മാറ്റം വരുത്തില്ല. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ മക്കളിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനും പറ്റില്ല എന്നാണ് പിന്നീട് വന്ന
സയൻറ്റിസ്റ്റൊക്കെ ഇത് കണ്ടെത്തിയത്. അങ്ങനെയാണ് പിന്നീട് ഡാർവിൻ ഉണ്ടായി വരുന്നത്. ഡാർവിൻ്റെ തിയറിനെ ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ് പറയുന്നത്. ദ ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ചാൾസ് ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ or Darwinism marked the foundation of the perspective of modern evolution. അപ്പോൾ ചാൾസ് ഡാർവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ വലിയ കപ്പലിനെ കുറിച്ചാണ്. കുറേ കപ്പലുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ പേര് HMS ബീഗിൾ എന്നാണ്. ഡാർവിൻ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ ഓർക്കണം. HMS ബീഗിൾ, ഡാർവിൻ ഫിഞ്ചസ്, ഗാലപ്പഗോസ് ഐലൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചാൾസ് റോബർട്ട് ഡാർവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡു യു നോ ദ സയൻറ്റിസ്റ്റ്? വി ആർ ഗോയിങ് ടു നോ അബൌട്ട് ഹിം. Charles Darwin was born on 12th February 1809 at Shrewsbury, England, into the family of well-educated background. Darwin had completed school education as an average student. However, he had shown intense interest in the study of nature. In 1831, at the age of 22, he embarked on a 5-year voyage on the ship HMS Beagle for cartographical purpose. During this voyage, Darwin explored areas including South America, Australia and Galapagos Island. He had meticulously observed and documented the diversity of flora and fauna there. അതായത് സൗത്ത് അമേരിക്കയിലൊക്കെ അദ്ദേഹത്തിന് 22-ാമത്തെ വയസ്സിൽ ഒരു 5 വർഷത്തെ വോയേജ് കിട്ടുകയാണ്. നമ്മൾ ഷിപ്പിൽ യാത്ര പോവുകയാണ്, വേറെ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. വോയേജ് കിട്ടി. HMS ബീഗിളായിരുന്നു അദ്ദേഹത്തിൻ്റെ കപ്പലിൻ്റെ പേര്. സൗത്ത് അമേരിക്കയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, ഗാലപ്പഗോസ് എന്ന് പറഞ്ഞ ഐലൻഡിൽ പോയി. അദ്ദേഹം ആ സമയത്ത് ഫ്ലോറ ആൻഡ് ഫോണ, ആനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്തു, ഒബ്സർവ് ചെയ്തു. റിട്ടേണിംഗ് ടു ഇംഗ്ലണ്ട് ഇൻ 1836, ഡാർവിൻ അനലൈസ്ഡ് ദ സ്പെസിമെൻസ് ആൻഡ് ഒബ്സർവേഷൻ ഹി ഹാഡ് മെയ്ഡ് ആൻഡ് ഡീപ്ലി സ്റ്റഡീഡ് ദം ബൈ കറസ്പോണ്ടൻസ് വിത്ത് അതർ സയൻറ്റിസ്റ്റ് ത്രൂ ദ ലെറ്റേഴ്സ്. അദ്ദേഹം തിരിച്ചെത്തിയിട്ട് വേറെ സയൻറ്റിസ്റ്റിനായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവിടുത്തെ അനാലിസിസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണേ. ആരൊക്കെയായിരുന്നു ഫ്രണ്ട്സ്? Thomas Malthus, an English economist and a demographer, argued that when the human population grows rapidly, food production will not increase in accordance with that, and it may lead to problems such as poverty, disease, and war. This perspective of Malthus had greatly influenced Darwin too. അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് തോമസ് മാൽത്തസ് പറഞ്ഞത്. പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഫുഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അത്രയും കപ്പാസിറ്റി ഒരു സ്ഥലത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ദാരിദ്ര്യവും ഭക്ഷണത്തിനുള്ള പ്രശ്നങ്ങളും സ്കേഴ്സിറ്റിയും അസുഖങ്ങളും ഭക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ വരെ ഉണ്ടാവാം. അതെന്ത് ചെയ്തു? ഡാർവിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. വൈൽ ഡാർവിൻ കണ്ടിന്യൂഡ് വിത്ത് ഹിസ് സ്റ്റഡീസ് ഇൻ 1858, ഹി നോട്ടീസ്ഡ് ദ എവല്യൂഷണറി സ്റ്റഡീസ് ഓഫ് ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ് ആൽഫ്രഡ് റസൽ വാലേസിനെ പറ്റിയിട്ടും എന്തായി? ഡാർവിൻ ഇംപ്രസ്ഡായി. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എവല്യൂഷണറി സ്റ്റഡീസിനെ കുറിച്ചിട്ടും ഡാർവിൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. The papers of Darwin and Wallace were presented at the Science Conference. In 1859, he elaborated and presented his ideas in the book on the origin of species. ഇവിടെ 3 പോയിൻറ്റ്സ് ഞാൻ എഴുതി വെച്ചതിൽ അതും കൂടെ നിങ്ങൾ ഓർക്കണം കേട്ടോ. ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഞാൻ അതിലേക്കൊക്കെ തിരിച്ചു വരും. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള ഒരു പേപ്പർ പ്രസൻറ്റേഷൻ അദ്ദേഹം നടത്തി. ഓൾദോ ഹിസ് ഒബ്സർവേഷൻ were initially opposed by the society, as more and more evidences emerged, Darwin's theory of evolution gained widespread acceptance. അതായത് ഡാർവിൻ്റെത് അത് സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ മെൻ്റലിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പീ പ്ലാന്റിൽ ചെയ്തത്. ആദ്യം ആരും ആക്സെപ്റ്റ് ചെയ്യില്ല, പിന്നീട് അങ്ങോട്ട് കുറേ എവിഡൻസ് ഒക്കെ കൊടുത്ത സമയത്ത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. Darwin's theory of evolution is one among the most influential scientific ideas in the world. It can be applied in fields of such as medicine, agriculture, environmental science, apart from biology. ബയോളജി ഓൾറെഡി ഉണ്ട്, അതാണ് പറഞ്ഞത്. ഇനി ചാൾസ് ഡാർവിൻ്റെ
നമ്മുടെ അനാലിസിസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ചാൾസ് ഡാർവിൻ വാസ് ഇൻഫ്ലുവൻസ്ഡ് ടു ഫോർമുലേറ്റ് ദ തിയറി ഓഫ് എവല്യൂഷൻ ബൈ ഒബ്സർവിംഗ് ദ ഡൈവേഴ്സിറ്റി ഇൻ ദി ബീക്സ് ഓഫ് ഫിഞ്ചസ് അറ്റ് ഗാലപ്പഗോസ് ഐലൻഡ്. ബീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊക്കിനാണ് പറയുക, ചുണ്ടില്ലേ, ചുണ്ടിനെയാണ് പറയുക ബീക്സ് എന്ന്. ഫിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം പക്ഷിയാണ്, നമ്മളെ ചെറിയ കുരുവി പോലത്തെ ഒരു പക്ഷിയാണ്. ആ പക്ഷീൻ്റെ കൊക്കിൻ്റെ സൈസും ഡൈവേഴ്സിറ്റി, അതായത് വ്യത്യസ്ത തരം കൊക്കുകളാണ് അവിടെ ഉണ്ടായത്. എവിടെയുള്ള? ഗാലപ്പഗോസ് ഐലൻഡിലുള്ള. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. നിങ്ങൾ ഡാർവിനെ കുറിച്ച് ഓർക്കുമ്പോൾ 4 പോയിൻറ്റ്സ് ഓർക്കണം. HMS ബീക്കിൾ, അദ്ദേഹത്തിൻ്റെ വോയേജിന് പോയ കപ്പലിൻ്റെ പേരാണ്. 2 ഡാർവിൻ ഫിഞ്ചസ്, അദ്ദേഹം പഠിച്ച പക്ഷിയുടെ പേരാണ്. 3 ഗാലപ്പഗോസ് ഐലൻഡ്, അദ്ദേഹം പോയ ഐലൻഡിൻ്റെ പേരാണ്. അവിടുത്തെ ഫിഞ്ചസിനെ കുറിച്ചാണ് പഠിച്ചത്. 4 അദ്ദേഹം ഇത്തരം ഒബ്സർവേഷൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള പേപ്പർ, അല്ലെങ്കിൽ ഒരു ബുക്കായിട്ടാണ് അന്നത് പ്രസൻറ്റ് ചെയ്തത്. ആ ബുക്കിൻ്റെ കാര്യമാണ് പഠിച്ചത്. ഇതാണ് ഡാർവിൻ ഫിഞ്ചസിൻ്റെ ഫോട്ടോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഡാർവിൻ ഫിഞ്ചസിൻ്റെ ഫോട്ടോ, അതായത് അതിൻ്റെ കൂടെ അവിടെ കഴിക്കുന്ന ഭക്ഷണം. ഇതാണ് ഒരു ആൻസിസ്ട്രൽ ഫിഞ്ച് എന്ന് പറയുന്നത്, അതായത് നമ്മൾ അവിടുത്തെ തലമൂത്തപ്പൻ, അവിടുത്തെ കാരണവരാണത്. അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള 3 ഫിഞ്ചസാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവരുടെ കളറൊന്നും നോക്കണ്ട, കളർ വേറെ എവല്യൂഷൻ ആയിരിക്കും. ഇവർ കഴിക്കുന്ന ഭക്ഷണം മാറിയിട്ടുണ്ട് അല്ലേ കാലത്തിനനുസരിച്ചിട്ട്. ചിലപ്പോൾ ഇത് കാലഹരണപ്പെട്ട് പോയിട്ടുണ്ടാവാം, ഇതവിടെ കിട്ടുന്നുണ്ടായിരിക്കില്ല. ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കൊതുക് പോലത്തെ പ്രാണിയായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ എൻവയോൺമെൻറ്റൽ കാരണങ്ങൾ കൊണ്ട് തന്നെ ഭക്ഷണം മാറിയപ്പോൾ ഇതിന് കുറച്ചും കൂടിയും ഇത് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളഞ്ഞ കൊക്കാണുള്ളത്. ഇതിനാണെങ്കിലോ കുറച്ചും കൂടി കൂർത്ത കൊക്കാണ്, കാരണം ഇത് കാണുമ്പോൾ ഒരു കാക്ടസ് ഒക്കെ പോലെയുണ്ട്. പിന്നെ ഇനി ഈ ഇൻസെക്റ്റ് ആയ സമയത്ത് എന്താണ്, കുറച്ച് ചെറിയ ബീക്കാണ് ഉണ്ടായത്. അതിനത് മതി, ഈ ഇൻസെക്റ്റിനെ കഴിക്കാൻ അത്രയും ചെറിയ ബീക്ക് മതി. ഇത് ഇന്നൊരു ദിവസം ബീക്ക് ചെറുതാവുകയോ വലുതാവുകയോ ചെയ്തതല്ല കേട്ടോ. ഇത് ഒരുപാട് കാലങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട്, ഒരു ഡീക്കേഡിലൊക്കെ മാറിയ മാറ്റങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചെറിയ പിക്ചറിൽ കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ അത്രയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്